ഹായ് കൂട്ടുകാരെ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മുട്ട ദോശയാണ്. അതിനുവേണ്ടി 1 കപ്പ് പച്ചരി, 1/4 കപ്പ് ഉഴുന്ന്, 3 സ്പൂൺ സാധാരണ അരി, നമ്മൾ ചോറ് കേൾക്കുന്ന സാധാരണ അരി, 1 സ്പൂൺ ഉലുവ, ഇതെല്ലാം കൂടെ കഴുകി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കാം. ഒരു 7-8 മണിക്കൂർ കഴിയുമ്പോഴേക്കും നന്നായിട്ട് കുതിർത്ത് വരും. ഇത് നമുക്കിനി അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. അരച്ചെടുത്ത മാവ് നമുക്ക് വീണ്ടും ഒരു 5-6 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ദോശ ഇടാം. ചൂടായ കല്ലിലേക്ക് നമുക്ക് ദോശമാവ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നമുക്കൊരല്പം നെയ്യൊക്കെ അതിൻ്റെ മുകളിൽ കൂടി തൂളി കൊടുക്കാം. ഒരു മുട്ടയും പൊട്ടിച്ച് ഒഴിച്ച് അതിൻ്റെ മുകളിൽ കൂടി നമുക്ക് പരത്തി കൊടുക്കാം. ഇനി അല്പം കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായി മൊരിഞ്ഞ് വരുമ്പോഴേക്കും മറിച്ചിട്ട് വേവിക്കാം. നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള മുട്ട ദോശ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. താങ്ക് യു.